ലോകത്ത് വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൾഡബിൾ ഫോൺ. അതെ, സാംസങ് ഗാലക്സി ZFold7 അൺബോക്സിംഗ്. അവരുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ, ഫോൾഡബിൾ ഫോൺ. ഇതിൻ്റെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. 8 ഇഞ്ച് കവർ ഡിസ്പ്ലേ, 6.5 ഇഞ്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 8.2 mm തിക്നെസ്സിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെയധികം സ്ലിമ്മായിട്ടാണ് ഉള്ളത്. നല്ല അടിപൊളി, പിടിച്ചാലൊക്കെ ഒന്നും അറിയുന്ന കൂടിയില്ല, അത്രയും സ്ലിം. കയ്യിൽ ഒതുങ്ങിയ സാധനം, അടിപൊളി മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് ഈ ഡിസ്പ്ലേ പെന്ന് വർക്ക് ചെയ്യുന്നത്, എസ് പെൻ, ഇപ്പം വർക്ക് ചെയ്യില്ല, പെന്ന് സപ്പോർട്ടില്ല. പെന്ന് ഉപയോഗിക്കുന്നവർക്ക് S25 അൾട്ര ഉപയോഗിക്കുക. കാരണം അവർ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റ് അവരെടുത്ത് കളഞ്ഞു, കാരണം തിന്നാക്കാനും വേണ്ടി. അതുകൊണ്ടാണ് പെന്ന് സപ്പോർട്ട് ചെയ്യാതെ. അത്രയും തിന്നായിട്ടുണ്ട്. വളരെയധികം സ്ലിമ്മായിട്ടുള്ള ഒരു അടിപൊളി ഫോണാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് വളരെ സ്ലിമ്മായിട്ടാണ് സാംസങ് ഗാലക്സി Fold7 ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് Fold6 ആണ്. Fold6ഉം Fold7ൻ്റെ വ്യത്യാസവും ഗ്യാപ്പും നോക്കും. ഇത് ഫോൾഡ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് Fold6, ഇത് Fold7. 8.9 mm തിക്നെസ്സേ ഉള്ളൂ. അത് നിവർത്തി കഴിഞ്ഞാൽ 4.2 mm ഉള്ളൂ. അത്രയും സ്ലിമ്മാണ്. അത് ഇതിൻ്റെ കളർ വരുന്നത് സിൽവർ ഷാഡോ, ജെറ്റ് ബ്ലാക്ക്, ബ്ലൂ ഷാഡോ തന്നെ. അൾട്രാ സ്ലീക്ക്, അൾട്രാ പവർഫുൾ എന്നാണ് കമ്പനി പറയുന്നത്. CPU 38% ഫാസ്റ്റ് പ്രൊസസ്സറോടൊപ്പം സ്ലിം ആക്കിയെങ്കിലും കോറിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 അത്രയും പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇഞ്ച് ഹാലക്സ് ഇഞ്ചാണ്. നല്ല കൂടുതൽ സ്ട്രെങ്സും ക്വാളിറ്റിയും അതോടൊപ്പം പ്രൊട്ടക്ഷൻ കമ്പനി. GPU 26% സ്മൂത്തർ ഗ്രാഫിക്സും, അതായത് NPU 41% ക്വിക്ക് എയർ AIU എന്ന് കമ്പനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ കുറച്ച് ഭയങ്കര കൂട്ടിയിട്ടുണ്ട്. 22,600 നിറ്റ്സ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെയിലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജൊക്കെ വന്നാൽ മുമ്പത്തെ ഫോൺ പോലെ കാണാതിരിക്കാനൊന്നുമില്ല, ഇതില്ല. നല്ല ക്ലിയർ. സ്നാപ്ഡ്രാഗൺ 8 Elite, അതായത് S25 അൾട്രയിലൊക്കെ വന്ന പോലെ തന്നെ Fold7ലും അത് തന്നെ, വേറെ എക്സ്ട്രാ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന പുതിയ പ്രോസസ്സറാണ്. മെയിൻ ഹൈലൈറ്റ് 200 മെഗാ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഹൈലൈറ്റ് ഒന്ന് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. ക്യാമറൻ്റെ ഡിസൈൻ ഒന്നുകൂടി പ്രൊജക്റ്റ് ആക്കിയിട്ട് പുറത്ത് തള്ളിയിട്ട് പ്രൊജക്റ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. 3 മെയിൻ ക്യാമറയാണ്. 10 മെഗാ ടെലിഫോട്ടോ, 3x ഓപ്റ്റിക്കൽ സൂം, അതുപോലെ തന്നെ 200 മെഗാ വൈഡ് ആംഗിളിൽ 2x ഓപ്റ്റിക്കൽ ക്വാളിറ്റി സൂമോട് കൂടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ 12 മെഗാ അൾട്രാ വൈഡിലും എടുക്കാം. പിന്നെ സെൽഫി 10 മെഗാ കവർ സ്ക്രീനിലും 10 മെഗാ മെയിൻ സ്ക്രീനിലും എടുക്കുക. പഞ്ച് ഹോൾ ക്യാമറ, അതുപോലെ തന്നെ അതിന് മുകളിൽ മുമ്പത്തെ പോലെ തടസ്സങ്ങളൊന്നുമില്ല. ആ 10 മെഗാ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 4K 8K വീഡിയോ വരുന്നത് 250GB 512GB 1TB എല്ലാത്തിൻ്റെയും 12GB റാമാണ്. റാമൊന്നും കൂടുതലില്ല, പക്ഷേ റാം പ്ലസ് ചെയ്തിട്ട് റാം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഇതിൻ്റെ ഒരു മൈനസായിട്ട് കാണുന്നത് ബാറ്ററി കൂട്ടിയില്ല. ബാറ്ററി പവർ 4400 mAh ആണ്. പക്ഷെ കണ്ടിന്യൂ 24 hours വീഡിയോ ഫുൾ വാച്ച് ചെയ്യാം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്.